കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ ശേഷം ഇപ്പോൾ കോൺവെന്റിലെത്തിയിരിക്കുകയാണ്. അജീഷ് ജയകുമാർ തത്സമയം കോൺവെന്റിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇനിയും നേരത്തെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു നിയമ പോരാട്ടം തുടരും, കാരണം NIA ആണ് ഇനി കേസ് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ കന്യാസ്ത്രീകളെ ഈ കോടതി മുറിക്ക് മുന്നിലേക്ക് വീണ്ടും എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നിങ്ങനെയൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഈ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് ബന്ധുക്കൾ അതിനോട് പ്രതികരിക്കുന്നത്? അജീഷ്, ഈ കേസ് ഇനി അന്വേഷിക്കുക അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ ഇൻട്രോഗേറ്റ് ചെയ്യുക NIA ആണെന്ന് ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കോടതി ഉത്തരവിൽ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഈ കന്യാസ്ത്രീകളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോൺവെന്റിനകത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ ഇടത് വലത് BJP പ്രതിനിധികൾ ചേർന്ന് പൊന്നാട എണീച്ച് സ്വീകരിച്ചതിന് ശേഷം അവരോട് ചെറിയ രീതിയിൽ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ കന്യാസ്ത്രീകൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അവർക്ക് 9 ദിവസത്തെ ജയിൽവാസത്തിന്റെ ക്ഷീണമുണ്ട്, അതുകൊണ്ട് അവർക്ക് വിശ്രമിക്കണം. ആ വിശ്രമത്തിന് ശേഷം ഇനി എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ഈ കന്യാസ്ത്രീകളെ മാറ്റണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എല്ലാവരും ചേർന്ന് കൂടിയാലോചന നടത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ഈ പ്രദേശത്തെ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കനത്ത പോലീസ് സുരക്ഷ, അതായത് ആളുകൾ മൊത്തം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷ തന്നെ ഈ കോൺവെന്റിന് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് NIA ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് കന്യാസ്ത്രീകളെ NIA ഇനി ചോദ്യം ചെയ്യുമ്പോൾ ഇനി എന്ത് എന്നുള്ളത് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഇനി സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവരെ പുറത്തിറങ്ങാൻ സഹായിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് BJP അവകാശപ്പെടുന്നത് പോലെ അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ കന്യാസ്ത്രീകളെ പെട്ടെന്ന് പുറത്തിറക്കാൻ സാധിച്ചതെങ്കിൽ അവർ തന്നെ ഇടപെട്ട് ഈ കന്യാസ്ത്രീകൾക്ക് എതിരെ ചുമത്തിയിട്ടുള്ള ഈ വ്യാജ കേസ് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയിലടക്കം പോകാനായിട്ടുള്ള ആലോചനയുണ്ട്. അത് വരും ദിവസങ്ങളിലായിരിക്കും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കുക. എന്തായാലും വലിയ ആശങ്ക തന്നെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ NIA ഇനി ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ദുർഗ് പോലീസാണ് അന്വേഷിച്ചത്. നേരത്തെ തന്നെ പോലീസിന്റെ കേസ് തന്നെ വ്യാജമാണെന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്ത് എത്തിച്ചിരുന്നു. ഈ കോടതി ഉത്തരവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ക്രൈസ്തവ വിശ്വാസികളാണ്, അവരെല്ലാം പ്രായപൂർത്തികളാണ്, മാതാപിതാക്കളുടെ അനുമതിയോടുകൂടിയാണ് ജോലിക്കായി ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് പുറപ്പെട്ടത്. അപ്പോഴാണ് ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുകയും പോലീസ് സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തതെല്ലാം കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമായി. ശരി, അജീഷ് ജയകുമാറാണ് ഇപ്പോൾ ദുർഗിലെ കോൺവെന്റിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.